കോഴിക്കോട് പാരഗൺ റെസ്റ്റോറൻറ്റ് ഉച്ചക്കത്തെ ഊണിൻ്റെ സമയമായത്. ഉച്ചക്ക് ഊണിൻ്റെ സമയം നല്ല തിരക്കാണ്. ഇത് പാരഗൺ റെസ്റ്റോറൻറ്റിൽ റോഡ് സൈഡിന് തന്നെയുള്ള ഫസ്റ്റ് കാണുന്ന ഹോളാണ്. ഡൈനിങ് ഹാളാണ്, കോമൺ ഡൈനിങ് ഹാളാണ്. അതുകൊണ്ട് നല്ല തിരക്കാണ്. സീറ്റ് മുൻകൂട്ടി ബുക്കിംഗ് ഒന്നുമില്ല ഇവിടെ. സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് സൈഡിലും പുറകുവശത്തും AC ഡൈനിങ് ഹാളുണ്ട്, ഒരു നോൺ AC ഡൈനിങ് ഹാൾ വേറെയുണ്ട്. അവിടെ സീറ്റ് ബുക്ക് ചെയ്യുക, പറഞ്ഞ് നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് ബുക്ക് ചെയ്ത് എത്ര ആൾ വെച്ചിട്ട് നമുക്കവിടെ സീറ്റ് കിട്ടും, ടേബിള്. ഇവിടെ എന്ന് വെച്ചാൽ ബുക്കിംഗ് ഇല്ല. വേണ്ട ആൾക്കാർ വന്ന് സീറ്റിൻ്റെ അടുത്ത് നിൽക്കുക, മറ്റുള്ളവർ തിന്നുന്നതിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇടം പിടിച്ച് നിൽക്കുക. ഒരാൾ വന്ന് നിന്ന് ബാക്കി 2-3 ആൾക്ക് അങ്ങനെ ടേബിള് പിടിച്ചു വെക്കാൻ പറ്റൂല. ആവശ്യമില്ല ആൾക്കാർ, കഴിക്കേണ്ട ആൾക്കാർ, ഇനി 3 ആളാണെങ്കിൽ 3 ആളും അവിടെ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ക്യാമ്പ് പിടിച്ച് നിൽക്കണം, കുറ്റിയായി നിൽക്കണം. കാരണം വേറെ ആൾക്കാരുണ്ടാവും. ഉച്ച സമയം നല്ല തിരക്കാണ്. ഊണിന് വില കുറവായതുകൊണ്ട് ഊണിന് നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഇങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷേ ഒരുവിധം എലാബറേറ്റ് ആയിട്ട് വരുന്ന മെനു അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് കിട്ടുക. പാരഗണിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബനാന ചിപ്സിൻ്റെ കടയാണ് കുമാരി ബനാന ചിപ്സ്. ഇവിടുത്തെ ബനാന ചിപ്സ് നല്ല ബനാന ചിപ്സ്, നേരിയ ബനാന ചിപ്സാണ്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന ബനാന ചിപ്സിന് നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ ഈ നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുമ്പം ഇത് ഈ സെയിം കുമാരീൻ്റെ ഭാഗത്ത് തന്നെ വരുന്നത്, ആ സൈഡിൽ തന്നെ വരുന്നതാണ് മിൽക്ക് സർബത്തിൻ്റെ കട. ഇവിടുത്തെ മിൽക്ക് സർബത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേറെ ഒന്നുമില്ല, സർബത്തും അതിൽ തണുത്ത പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് തരും. അതുപോലെ ഇവിടെ സോഡ സർബത്ത് കിട്ടും, നാരങ്ങ സോഡ കിട്ടും, മസാല സോഡ കിട്ടും. ലിമിറ്റ് കാര്യങ്ങളാണ് കിട്ടുക. പക്ഷേ തരുന്ന കാര്യങ്ങൾ നല്ല ഫ്രഷ്, നല്ല സാധനങ്ങളാണ്. ഈ കട, സർബത്തിൻ്റെ കട, ഒരുപാട് വർഷം പഴക്കമുള്ള കടയാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു സമയം വന്നാലും ഇവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം ഇവിടെ ഒരു 10-12 ആൾ, ഒരു 15 ആളെങ്കിലും എപ്പോഴും സർബത്തോ അല്ലെ മിൽക്ക് സർബത്തോ അല്ലെ സോഡ സർബത്തെല്ലാം കുടിക്കാനായിട്ടുണ്ടാവും. നമ്മളൊന്നിക്കൽ പാരഗണിൻ്റെ ഭക്ഷണമെല്ലാം കഴിച്ച് വയറെല്ലാം ഫുള്ളായ ഒരു സർബത്തെല്ലാം കുടിച്ചാൽ നല്ല ടൈറ്റിൽ അങ്ങോട്ടിരിക്കും. പാൽ സർബത്ത് കുടിച്ചാൽ പിന്നെ പറയണ്ട, അനങ്ങാൻ കഴിയില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെപ്പോഴും കോഴിക്കോട് വരുമ്പോൾ ഇവിടെ കുടിക്കാൻ തോന്നും. പാരഗൺ വൈകുന്നേരം ആകുമ്പം ഈ കോമൺ ഡൈനിങ് ഏരിയയിൽ കുറച്ച് തിരക്ക് കുറയും. ഉച്ചക്കില്ല അത്ര തിരക്കുണ്ടാവില്ല. എന്നാൽ പിന്നെ മറ്റേ അവിടെ സിറ്റിംഗ് ഏരിയയിൽ ബുക്ക് ചെയ്ത് സിറ്റ് ചെയ്യുന്ന ആ ഏരിയയിൽ അവിടെ അത്യാവശ്യം തിരക്കുണ്ടാവും. എന്നാലും ഉച്ചക്കത്തെ അത്ര തിരക്കുണ്ടാവില്ല, സീറ്റ് കിട്ടും. ഇപ്പം പുറത്തുനിന്നെല്ലാം കുറേ ആൾക്കാർ വരുന്നത് ഇങ്ങനെ കാണാം. പുറത്തുനിന്ന് ടൂറിസ്റ്റായിട്ട് കോഴിക്കോടെല്ലാം വരുമ്പം പാരഗണിൽ എന്തായാലും കമ്പൽസറി വന്ന് കഴിച്ചു പോന്ന് കുറേ ആൾക്കാരെ കാണാം. കാരണം നമ്മളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നെല്ലാം ഗസ്റ്റ് കാണാം പാരഗണിൽ കഴിക്കാൻ മാത്രം. എനിക്ക് തോന്നുന്ന ഒരു പേരെടുത്ത പാരഗൺ. അതുപോലെ 5th ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്നെല്ലാം പറഞ്ഞ് വേൾഡിൽ നമുക്ക് ഇൻ്റർനെറ്റിലെല്ലാം കാണാം. അങ്ങനെ കുറേ ആൾ അറിഞ്ഞു വരുന്നുണ്ട് പാരഗണിൽ. അതുകൊണ്ടും തിരക്കും കൂടുതലാണ്. ഇതിപ്പോൾ ഈ മിൽക്ക് സർബത്തിൻ്റെ കട ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പകലും രാത്രിയും എല്ലാം നല്ല തിരക്കാണ്. നല്ല സംഭവമാണ് ഇവിടുത്തെ സർബത്ത്. നിങ്ങൾ കുടിച്ചു നോക്കുക. ഓക്കെ, അപ്പം എൻജോയ്.